Good morning all. Welcome back to Professional Business Skills. ഓൺലൈൻ ലൈബ്രറി എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തിരുന്നത്. ആ ഒരു ഭാഗത്ത് നമ്മൾ ഓൺലൈൻ ലൈബ്രറി എന്താണെന്നും അതുപോലെ തന്നെ ഓൺലൈൻ ലൈബ്രറിയുടെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഓൺലൈൻ റിസോഴ്സസിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് പറയാനുള്ള ഭാഗമാണ് മൂക്ക്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ള മറ്റൊരു ഭാഗം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൺലൈൻ കോഴ്സ് എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ മൂക്കിനെ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു ഇതിൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് പറയാനുള്ളത്. നമുക്ക് ആ ഒരു മൂക്ക് എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ നോക്കുക, എം ഫോർ മാസീവ്, O for open, O for online and last C for course. ഇവിടെ മാസീവ് എന്ന് പറയുമ്പം there may be 1 lakh above സ്റ്റുഡൻസ് ഇൻ എ മൂക്ക്. അവിടെ വെച്ചാൽ മാസീവ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ശരിക്കും മൂക്ക് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അത്രയും അതാണ് ഈ മാസീവിനെ കൊണ്ട് മാസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഒന്നല്ല അതിൽ ഒരുപാട് അധികം എന്നുള്ളതിനെ കൊണ്ടാണ് ശരിക്കും അവിടെ മീൻ ചെയ്യുന്നത്. ദെൻ ഓപ്പൺ, എനിവർ ക്യാൻ രജിസ്റ്റർ ഫോർ ദീസ് കോഴ്സ്. ആർക്കും എവിടെ നിന്നും ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതാണ് ഇവിടെ നമ്മൾ ഓപ്പണാണ്. അവിടെ ആർക്കും എപ്പോഴും കയറി ചെല്ലാം, ഏത് സമയത്തും കയറി ചെല്ലാം. അതാണ് ഈ ഒരു ഓപ്പൺ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ ഓൺലൈൻ, ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കോഴ്സ് ഈസ് ഡെലിവേർഡ് എൻറ്റയർലി കവർ ദി ഇൻ്റർനെറ്റ്. ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് ഡെലിവറി ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ്, കോഴ്സ് മോക്സ് ആർ വെരി സിമിലർ ടു മോസ്റ്റ് ഓൺലൈൻ കോളേജ് കോഴ്സ്. നമ്മളെ കോളേജുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെല്ലാം ഈ ഒരു ഓൺലൈൻ്റെ സഹായത്തോടു കൂടി ഡെലിവറി ചെയ്യുന്ന ഒരു സംഭവം. അതാണ് ശരിക്കും ഈ ഒരു മൂക്ക് എന്നുള്ളതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് വലിയ IIT NIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഡയറക്റ്റായിട്ട് ചെയ്യാനോ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധ്യമാവില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇതുപോലെയുള്ള ഓപ്പൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓൺലൈനായിട്ടുള്ള ഓപ്പൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സംഭവം, അതാണ് ശരിക്കും ഇവിടെ ഈ ഒരു മൂക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാൾക്കും എത്ര ആളുകൾക്ക് വേണമെങ്കിലും ഒരേ സമയം ഇതിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കോഴ്സ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനും സാധ്യമാകും. അതാണ് ഈ ഒരു മൂക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് യൂറോപ്യൻ കൺട്രികളിലുള്ള ഓരോ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ അവിടുത്തെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അവരുടെ ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാകും. അത് ഈ ഒരു മൂക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷനെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റിയെ കൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ നോക്കാം, MOOC is the online course aimed at unlimited participations and open course through internet. ഇവിടെ MOOC എന്നുള്ളതിനെ കൊണ്ട് സിമ്പിളായിട്ടൊരു മീനിങ് കൊടുത്തതെന്ന് വെച്ചാൽ എയിംഡ് അറ്റ് അൺലിമിറ്റഡ് പാർട്ടിസിപ്പൻറ്റ്. ഇവിടെ പാർട്ടിസിപ്പൻസിന് ഒരു ലിമിറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ കോളേജിൻ്റെ അവസ്ഥ ആലോചിക്കുക. ഒരു ക്ലാസ് ഇപ്പം നിങ്ങളുടെ ഈ ഒരു BCom അല്ലെങ്കിൽ BBA ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമം 60 ആണ് അല്ലേ. 60ക്ക് അപ്പുറം ആ ഒരു ക്ലാസ്സിലേക്ക് ചാൻസ് അവിടെ ഇല്ല. പിന്നെ നെക്സ്റ്റ് അടുത്ത ക്ലാസ് ആയിട്ട് വേറെ ഒന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു മൂക്കിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു പക്ഷേ 100,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ മിനിമം ഒരു ലിമിറ്റ് അവിടെ ഇല്ല. എത്ര ആളുകൾക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും, ആ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ ഒരു മൂക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് മൂക്കിനൊരു ചെറിയ മീനിങ് കൊടുക്കാൻ പറ്റുന്നത് ഈസ് ദി ഓൺലൈൻ കോഴ്സ് എയിംഡ് അറ്റ് അൺലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പൺ കോഴ്സ് ത്രൂ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അൺലിമിറ്റഡ് ആയിട്ട് പാർട്ടിസിപ്പൻസ് പങ്കെടുത്തുകൊണ്ട് ചെയ്യുന്ന കോഴ്സുകളെയാണ് ശരിക്കും MOOC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെബ് ബേസ്ഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം. ഒരു വെബ് ബേസ്ഡ് ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് ശരിക്കും MOOC ആർ കോഴ്സ് ഡെലിവേർഡ് ഓൺലൈൻ ആൻഡ് ആക്സസിബിൾ ടു ഓൾ ഫോർ ഫ്രീ. ഇവിടെ ഈ MOOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ വഴി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാണ്. അതും എങ്ങനെയാണ്? ഫോർ ഫ്രീ. നമുക്ക് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫ്രീ ആയിട്ടാണ് പാർട്ടിസിപ്പേഷൻസിന് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് ഡെലിവറിങ് ലേണിംഗ് കണ്ടൻറ്റ് ഓൺലൈൻ ടു എനി പേഴ്സൺ ഹു വാണ്ട്സ് ടു ടേക്ക് എ കോഴ്സ് വിത്ത് നോ
പ്രിസ്ക്രൈബ്ഡ് അറ്റൻഡൻസ്. ഇവിടെ എന്താണ്, നിങ്ങളൊക്കെ ഒരു ക്ലാസ്സിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ അറ്റൻഡൻസ് മസ്റ്റ് ആണല്ലേ. പക്ഷേ ഇവിടെ ഇവിടെ അറ്റൻഡൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വന്നുകൊണ്ട് ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അതിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള നമ്മളൊരു ഓൺലൈൻ ഒരു ലൈവ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ക്ലാസ്സിനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഫോർമാലിറ്റീസാണ് ഉള്ളത്, അത്രയും കാര്യങ്ങളൊന്നും ഇതിനില്ല. അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. കാര്യങ്ങളൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്തുകൊണ്ട് കോഴ്സ് പഠിച്ചെടുത്ത് സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടിയിട്ട് സാധ്യമാകും. Okay, then it is offered for free and students of any age group could participate in the program. It work on an open networked learning model. ഇവിടെ പറയുന്നത് വെച്ചാൽ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഏത് രീതിയിലുള്ള ആളുകൾക്കും ഏത് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ആർക്കും വളരെ ഈസി ആയിക്കൊണ്ട് ഇതിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമാകും. അതുപോലെ തന്നെ അത് ഫുൾ ഓഫ് ഫ്രീ ആണ്. നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു മൂക്കിൻ്റെ കേസിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഓഫേർഡ് ഫോർ ഫ്രീ ആൻഡ് സ്റ്റുഡൻറ്റ് ഓഫ് എനി ഏജ് ഗ്രൂപ്പ്. ഏത് വയസ്സുള്ള ആളുകൾക്കും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഇതിൽ വളരെ സുഖകരമായിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമാകും എന്നുള്ളതുമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് വർക്ക്സ് ഓൺ ആൻ ഓപ്പൺ നെറ്റ്വർക്ക് ലേണിംഗ് മോഡൽ. ഒരു ഓപ്പൺ നെറ്റ്വർക്കാണ്, അല്ലാതെ ക്ലോസ്ഡ് അല്ല. അഥവാ ഏത് സമയത്തും ആർക്കും എപ്പോഴും കയറി ചെല്ലാം. പ്രത്യേകമായിട്ട് എൻട്രി ഫീയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നും എന്തിനില്ല, ഈ ഒരു മൂക്കിനില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ മൂക്സ് ആർ വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊമിനൻറ്റ് ട്രെൻഡ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. ഈ മൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും റീസെൻ്റുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രസൻറ്റിൽ നമ്മളെ ഹയർ എഡ്യൂക്കേഷന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അത്രയും ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും മൂക്ക് എന്നുള്ള ഈ ഒരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൂക്ക് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മൂക്ക്. ഫസ്റ്റായിട്ട് അഡ്വാൻറ്റേജ് പറയുന്നത് വെച്ചാൽ എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ഓപ്പൺ കോഴ്സുകൾ അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ ഓപ്പൺ കോഴ്സുകൾ ശരിക്കും മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ആരാണ്? ശരിക്കും ഡിസൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ എഡ്യൂക്കേറ്റർ. അത് അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ് ശരിക്കും അതിനെ അത് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലുള്ള ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു മൂക്കിൻ്റെ. ദെൻ എൻഗേജ്മെൻറ്റ്. ഇറ്റ് ഈസ് പോസിബിൾ ടു എൻഗേജ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബൈ ഡിസ്കഷൻ ഫോറംസ്. ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. നമ്മളെ ട്രഡീഷണൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു 60 എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു മൂക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തില്ല, ഒരു 60 എന്നുള്ള ലിമിറ്റ് ഇല്ല. അവിടെ വേണമെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം ആളുകൾക്ക് ഒരേ സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കോഴ്സിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ കോഴ്സ് പഠിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് നേടാനും സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ തേർഡ് റീവാച്ചബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു ട്രഡീഷണൽ ക്ലാസ്സിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സംഭവം റിപ്പീറ്റേഷൻ ഇല്ല അല്ലെങ്കിൽ ഞാൻ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് വീണ്ടും അത് കാണാനുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല. പക്ഷേ ഒരു ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തുണ്ട്, റീവാച്ചബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു സംഭവം ഒറ്റ വാച്ചിങ്ങിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതും അത് വാച്ച് ചെയ്തുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം എന്തിലുണ്ട്, ഈ ഒരു മൂക്കിലുണ്ട്. ഇവിടെ സ്റ്റുഡൻസ് ആർ ഏബിൾ ടു വാച്ച് ആൻഡ് റീവാച്ച് ലെക്ചർ വീഡിയോസ് നമുക്ക് വീണ്ടും അത് കണ്ടുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഏതിലുണ്ട്, ഈ ഒരു മൂക്കിലുണ്ട്. ദെൻ സ്കെയില്. മൂക്സ് ആർ ഡിസൈൻഡ് ടു റീച്ച് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ സ്കെയിൽ എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ആ ഒരു ഏരിയ എന്നുള്ളതാണ്. ഇവിടെ അത്രയും ആളുകളിലേക്ക് അത് എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു മൂക്ക് എന്നുള്ള ഒരു സംഭവം. മാസീവ് ഓപ്പൺ കോഴ്സ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളിലേക്ക് അത് റീച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ അസസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കുന്നതോടൊപ്പം അവരെ എന്തിനുണ്ട്, നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില ഒരു ഇവാലുവേഷൻ, ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമിനേഷൻ മറ്റുള്ള രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ എന്തിലുണ്ട്, മൂക്കിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മോസ്റ്റ് മൂക്ക് ഇൻക്ലൂഡ് ഇൻ വീഡിയോസ്
കൺസെപ്റ്റ് ചെക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആസ് വെൽ ആസ് പിയർ റിവ്യൂ. ഇവിടെ എന്താണ് ഒരു റിവ്യൂ കണ്ടക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കണ്ടക്ട് ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ എന്താണ് നോളജും കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മൂക്കിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അതെന്താണ് ഒരു ആക്സസിബിൾ ആണ് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പൻസ് ക്യാൻ ലേൺ അറ്റ് ദെയർ ഓൺ പേസ് ആൻഡ് ചൂസ് വിച്ച് മെറ്റീരിയൽസ് ദേ എൻഗേജ് വിത്ത്. ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളാണ് ഈ ഒരു മൂക്കിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും എന്തുണ്ട് ഈ ഒരു മൂക്കിനെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നമുക്ക് എന്താണ് ലേണേഴ്സ് ഓറിയൻറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് അപ്പോൾ ലേണേഴ്സ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ലേൺ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവരുടെ ഇഷ്ടാനുസരണം അവരുടെ ഓൺ ചോയ്സിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും അതനുസരിച്ച് അത് വിവരങ്ങൾ നേടിയെടുക്കാനും അവിടെ സാധ്യമാകുമെന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസിൽ പറയാനുള്ളത്. ദെൻ വീഡിയോ ലെക്ചേഴ്സ് ഓൺ ടോപ്പ് ലെവൽ പ്രൊഫസേഴ്സ്. ഇവിടെ നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എഡ്യൂക്കേറ്റേഴ്സ് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള അത്രയും നമ്മുടെ സബ്ജക്റ്റായിട്ട് അത്രയും ടോപ്പ് ലെവലിൽ എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സുകളാവും അതിൽ അവൈലബിൾ ആവുക എന്നുള്ളതും. ദെൻ അറ്റ് ലാസ്റ്റ് പറയാൻ നോ ട്യൂഷൻ ഫീസ്. ഇവിടെ എന്താണ് പഠിക്കുന്നവർക്ക് എന്തില്ല ട്യൂഷൻ ഫീ ഇല്ല അല്ല. അപ്പോൾ നമ്മൾ എന്താണ് ഫുൾ ഫ്രീ എന്ന് നമുക്കിവിടെ പറയാനും വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് എന്തുള്ളത് നമ്മുടെ മൂക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ മൂക്കിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂക്ക് എന്നുള്ള സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഫുൾ ഫോം നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് അതിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്ര പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അഡ്വാൻറ്റേജസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരും കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് വരും. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം. എന്തെല്ലാമാണ് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത്. കൺസേൺ അബൌട്ട് മൂക്ക് ഓർ ലിമിറ്റേഷൻസ് ഓഫ് മൂക്ക്. ഇതെല്ലാമാണ് ഇതിൻ്റെ പോരായ്മകൾ എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ വെച്ചാൽ മോർ ചാൻസസ് ഓഫ് ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻസ്. ഇവിടെ സ്റ്റുഡൻസ് ഇവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കൊഴിഞ്ഞു പോക്ക് ഇവിടെ ചിലർക്ക് എന്താണ് ഈ ഒരു ജോയിൻ ചെയ്യാനുള്ള ആവേശം ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനോട് മടുപ്പ് വന്നുകൊണ്ട് എന്ത് ചെയ്യും അത് നിർത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ട്രഡീഷണൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുട്ടികളുടെ ആ ഒരു കൊഴിഞ്ഞുപോക്ക് വളരെ കൂടുതലാവും. കാരണം ചില ട്രഡീഷണൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കുട്ടികളെ എൻഗേജഡ് ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ലൈവായിട്ട് അവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും എടുത്തു കഴിഞ്ഞാലും കോളേജിൽ മറ്റുള്ള പ്രോഗ്രാമുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും എൻഗേജഡ് ആയിക്കൊണ്ട് ആ ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂ അല്ലെങ്കിൽ ആ ഒരു ഇയർ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷേ ഈ ഒരു മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് അതിലേക്ക് ചിലപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മടുപ്പ് വന്നുകൊണ്ട് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നുള്ള മോർ ചാൻസസ് ഓഫ് ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ സ്റ്റുഡൻസ് നീഡ് ടു ബി സെൽഫ് മോട്ടിവേറ്റഡ്. ഇവിടെ എന്താണ് നമ്മുടെ ഒരിക്കലും ഒരാൾ എന്ത് ചെയ്യില്ല ഇവിടെ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നിനും ആളില്ല. സ്വയം മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്വയം നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹത്താൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ സാധ്യമാകുള്ളൂ. പക്ഷേ നമ്മളൊരു ട്രഡീഷണൽ ക്ലാസ് സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പലരും ഉണ്ട്. നിങ്ങളെ വീട്ടിൽ നിന്നും അങ്ങോട്ട് കോളേജിലേക്ക് പറഞ്ഞയക്കുന്നതും അതിലപ്പുറം കോളേജിൽ നിന്നും അധ്യാപകർ നിങ്ങൾ എന്ത് ചെയ്യുന്നത് മാക്സിമം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരു പ്രിപ്പയർ ആക്കുന്നുണ്ട് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ മാക്സിമം അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതിൽ ട്രഡീഷണൽ നമ്മുടെ ക്ലാസ്സുകളിലും അതുപോലത്തെ ട്രഡീഷണൽ കോഴ്സുകളിലും. പക്ഷേ ഈ ഒരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിൽ അല്ലെങ്കിൽ മൂക്കിൽ എന്താ പറയുന്നത് വെച്ചാൽ അവിടെ എന്താണ് നിങ്ങൾ സ്വന്തം മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് ഇവിടെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. അല്ലാതെ എന്താണ് വേറെ ആരും ഇവിടെ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് യു കെയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു മൂക്ക് കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതായിട്ടുള്ള മനസ്സിലുള്ള ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങൾ ചെയ്യണം. അല്ലാതെ മറ്റുള്ള ഒരാൾ അത് ചെയ്തു വന്നിട്ടില്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ദെൻ ഈ ലിറ്ററസി ഈസ് എസെൻഷ്യൽ. അഥവാ എന്താണ് നമുക്ക് ടെക്നോളജി ലെവലിലുള്ള അഥവാ ഇലക്ട്രോണിക് ലെവലിലുള്ള ഒരു ഐഡിയ ഉണ്ടാവണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസം അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മൂക്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധ്യമാകുള്ളൂ. അപ്പം ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലെവലിലുള്ള നല്ല നോളജ് വേണം എന്തിന് ഈ മൂക്കിന്. അല്ലാതെ അതില്ലാത്തവർക്ക് ഒരിക്കലും മൂക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതൊരു മറ്റൊരു ലിമിറ്റേഷനാണ്. ദെൻ ടെക്നിക്കൽ ഇഷ്യൂസ്. നമ്മൾ ഈ ഒരു മൂക്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്താണ് എന്തിലുള്ളതാ നമ്മൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മീഡിയാസ് വഴിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു ഉപയോഗപ്പെടുത്തൽ കൊണ്ട് തന്നെ അവിടെ എന്തിന് ചാൻസ് ഉണ്ട് ടെക്നിക്കൽ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ കോഴ്സ് ആർ അവൈലബിൾ ഇൻ ലിമിറ്റഡ് ലാംഗ്വേജസ്.
ഇവിടെ മറ്റുള്ളൊരു പ്രശ്നം എന്തായി പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു നാട്ടിലുള്ളവർക്കൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു മൂക്ക് അത്ര വലിയ ഉപയോഗപ്പെടണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതെന്താണ്, ലിമിറ്റഡ് ലാംഗ്വേജസിലാണ് ഇത് അവൈലബിൾ ആവുക. 1-2 ലാംഗ്വേജുകളിലേക്കാണ് മാക്സിമം ഇത് അവൈലബിൾ ആവുക. അപ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെ എന്താണ്, അത് മറ്റുള്ള രീതിയിൽ എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമല്ല ശരിക്കും എന്ത് മൂക്ക്. അതുകൊണ്ട് അതൊരു മറ്റൊരു ഡിസഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ദെൻ ആക്റ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഡിസ്കഷൻ ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻസോ അതുപോലെ തന്നെ ഡിസ്കഷൻസോ ഈ ഒരു മൂക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പോസിബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആർക്കും ആണെങ്കിലും എന്ത് സംശയങ്ങളും അതുപോലെ തന്നെ എന്ത് അഭിപ്രായങ്ങളും അവിടെ പറയാനുള്ള ഒരു അവസരമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ എന്താണ്, ആകെ ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ, ഒരു 60 കുട്ടികളെ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും ആ അഭിപ്രായം പറഞ്ഞ ആളുകളെയും അതുപോലെ തന്നെ അഭിപ്രായത്തിനനുസരിച്ച് അതിനുള്ള ഫീഡ്ബാക്കും റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആ ഒരു ക്ലാസ്സിൽ തന്നെ ലൈവായിട്ട് കൊണ്ട് നടക്കും. പക്ഷേ ഒരു മൂക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, ഒരു പക്ഷേ ഒരു 1 lakh എബോവ് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അതിലെന്താണ് ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ ഒരു മറ്റുള്ള രീതിയിലുള്ള സംശയങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ അവിടെ എന്തില്ല, ഒരു ചാൻസും ഇല്ല, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ അവിടെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും പാർട്ടിസിപ്പൻസ് ഒരേ സമയം ലൈവിലുള്ള ഒരു സംഭവത്തിൽ ഒരിക്കലും ഒരു ഡിസ്കഷൻസിനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അഭിപ്രായങ്ങൾക്കോ ക്വസ്റ്റ്യൻസിനോ അവിടെ എന്തില്ല, ഒരു ചാൻസ് ഇല്ല. അതൊരു മറ്റൊരു വലിയ ഒരു പോരായ്മയാണ് ഇതിൻ്റെ മൂക്കിൻ്റെ. ദെൻ കോപ്പിറൈറ്റ് ഇഷ്യൂസ്. നമുക്കെന്താണ്, നമ്മൾ ഒരുപാട് വീഡിയോസ്, പ്രൊഫസേഴ്സിൻ്റെ വീഡിയോസ് അതുപോലെ തന്നെ മറ്റുള്ള എക്സ്പേർട്സിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു മൂക്കിൽ അവൈലബിൾ ആവാം. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കോപ്പി ചെയ്യാനോ അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള നമുക്കത് വീണ്ടും റീവാച്ച് ചെയ്യുന്നതിലും മറ്റുള്ള രീതിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടും. എങ്ങനെയാണ് അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എന്താണ്, അത് മറ്റുള്ളവർക്ക് അത് കോപ്പി എടുക്കാനുള്ള അവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു പക്ഷേ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പല വീഡിയോസിനും ഉണ്ടാവാനുണ്ട്. ദെൻ ഫോംസ് ഓഫ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താണ്, ഒരു ട്രഡീഷണലി നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്സുകളുടെ ആ ഒരു ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഒരിക്കലും എന്തിൽ അവൈലബിൾ ആവില്ല, ഈ ഒരു മൂക്ക് എന്നുള്ള ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ലഭ്യമാവില്ല. അതേ ഒരു രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള വാല്യൂ എന്തിനുണ്ടാവില്ല, നമ്മുടെ ഈ ഒരു മൂക്ക് സർട്ടിഫിക്കറ്റുകൾക്ക് ഉണ്ടാവുകയുമില്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് ഈ ഒരു മൂക്കിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മൂക്ക് എന്നുള്ള ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്താണ് മൂക്ക് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസും നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഭാഗമാണ്, എല്ലാവരും വളരെ നല്ല രീതിയിൽ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എനിവേ, താങ്ക് യു.